നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ ചിന്തിക്കുന്നതിനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. ഈ 7:30 വരെ ഉണ്ട് ടൈം, അതോ ഇനി ഓക്കെ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 66 മുതൽ 72 വരെ ഒരാൾ വായിക്കണം. പിന്നെ 15-ാം അധ്യായം 1 മുതൽ 15 വരെ മറ്റൊരാളും വായിച്ചിട്ടുണ്ട്. പത്രോസ് താരെ നടുമുറ്റത്തിരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാല്യക്കാരത്തികൾ വിളിച്ചു വന്ന് പത്രോസ് തീ കാന്ന് കണ്ട് അവനെ നോക്കി, നീയും ആ നസ്രനായ യേശുവിന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. നീ പറയുന്നത് തിരിയുന്നില്ല, ബോധ്യപ്പെടുന്നതും ആകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞു. പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂവി. ആ ബാല്യക്കാരത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവരോട്, ഇവൻ ആ കൂട്ടത്തിൽ ഉള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ പിന്നെയും തള്ളിപ്പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞിട്ട് തിരികെ നിന്നവർ പത്രോസിനോട്, നീ ആ കൂട്ടത്തിലുള്ളവൻ സത്യം ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി രണ്ടാമതും കൂവി. കോഴി 2 വട്ടം കൂവുമ്പോൾ നീ 3 വട്ടം തള്ളിപ്പറയുന്ന യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘം ഒക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാർ അവനെ വളരെയധികം കുറ്റം ചുമത്തി. പീലാത്തോസ് പിന്നെ അവനോട് ചോദിച്ചു, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെ ഉത്തരം ഒന്നും പറയാതെ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അവൻ ഉത്സവം തോറും അവനെ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ തടവിലായ എന്നു പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. പുരുഷാരം കയറി വന്നു. അവൻ പതിപോലെ ചെയ്യണം എന്ന് അപേക്ഷിച്ചു കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട്, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നാൽ അവൻ ബർവാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിക്കുവാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവനോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്ക എന്ന് വീണ്ടും നിലവിളിച്ചു. പീലാത്തോസ് അവരോട്, അവൻ എന്ത് ദോഷം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവനെ ക്രൂശിക്ക എന്ന് അധികമായി നിലവിളിച്ചു. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു ബർന്നബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. വായിച്ചതും ധ്യാനിച്ചതുമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ സംബന്ധിച്ചതുള്ളതാണ്. ഇന്നൊക്കെ ദുഃഖ വെള്ളിയാഴ്ച വൺ ഓഫ് ദ സ്റ്റാർക്കസ്റ്റ് ഡേയ്സ് ഓഫ് ദ കാലണ്ടർ എന്ന് പലപ്പോഴും ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ പറയാറുണ്ട്. ക്രിസ്ത്യൻ സാങ്ച്വറി എന്ന് പറഞ്ഞൊരു ഒരു ട്രഡീഷനുണ്ട്. അത് ദുഃഖ വെള്ളിയാഴ്ച ഈ മേശവിരികളെല്ലാം അങ്ങ് മാറ്റും. എന്നിട്ട് ചർച്ചിലുള്ള എല്ലാ അഡോൺമെൻറ്റ്സും താഴെ ഇറക്കും. എന്നിട്ട് കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ചെയ്യും. ഈ ഓർത്തഡോക്സ് സഭയിൽ അതുണ്ടെന്ന് തോന്നുന്നുണ്ട്, ചില ചർച്ചസിലുണ്ട്. ഇറ്റ് ഷോസ് ദ എംപ്റ്റിനെസ് ഓഫ് ദ ഡേ that happened to Christ. He emptied himself. അവൻ തന്നെത്താൻ ഒഴിച്ചു. He emptied himself on that particular day. അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ സ്ട്രിപ്പിംഗ് ഓഫ് ദ സാങ്ച്വറി ഒക്കെ നടത്തുന്നത്. It symbolizes the abandonment of Christ by his disciples and also by the world. ലോകം മുഴുവനായി ദൈവത്തിൻ്റെ പുത്രനെ അബാൻഡൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് നമ്മളതിന് പറയുന്നതെങ്കിലും ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും, മഹാവെള്ളിയാഴ്ച എന്ന് പല മലയാള സഭകളിലും പറയുന്നുണ്ട് മഹാവെള്ളിയാഴ്ച. But it is a great day, one of the darkest days in human history that we remember. And at the same time we use this time to reflect on our lives and the life of this world, to see why it became so dark and what happened on that day,
അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ വായിച്ചു. അതിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഉണ്ട്. നമ്മൾ ഈ ഭാഗം മുഴുവനും എല്ലാ ഗോസ്പൽസിലും ഉണ്ട്. അത് മുഴുവനും വായിക്കുമ്പോൾ അനേക ആളുകൾ ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ പങ്കാളികളായിട്ടുള്ളവരുണ്ട്. ശിഷ്യന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പിന്നെ പീലാത്തോസുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. കുറേനക്കാരനെ ശിമനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ പത്രോസ് ആൻഡ് പീലാത്തോസ്, പീറ്റർ ആൻഡ് പൈലറ്റ് ആൻഡ് മീ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പീറ്റർ ആൻഡ് പൈലറ്റ്. ഇപ്പം നമ്മൾ വായിച്ച 2 പാസേജിൽ ആദ്യം വായിച്ചത് പത്രോസിനെ കുറിച്ചാണ്. രണ്ടാമത് വായിച്ച പാരഗ്രാഫ് പീലാത്തോസിനെ കുറിച്ചാണ്. പീറ്റർ ആൻഡ് പൈലറ്റ് ആൻഡ് മീ, പത്രോസും പീലാത്തോസും ഞാനും. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗം അതാണ്. ദൈവം ഈ ലോകത്തിൽ നമ്മളെ പല രീതിയിൽ, പല സാഹചര്യങ്ങളിൽ, പല ഉത്തരവാദിത്വങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കും. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം he was a fisherman and he followed Jesus, leaving his fishing business and following Jesus all the way. And we know about Peter that he was always active. എല്ലാ കാര്യങ്ങളിലും എടുത്തു ചാടി ഉത്തരം പറയുകയും എടുത്തു ചാടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പത്രോസ്. എന്നാൽ അന്ന് ഈ പർട്ടിക്കുലർ ഡേയിൽ നമ്മൾ വായിക്കുന്നത് പത്രോസ് താഴെ നടുവിറ്റത്തിരിക്കുമ്പോൾ ഞാൻ വായിച്ച ഭാഗമാണ്. ഞാൻ കൂടുതലായിട്ട് ഇനി വായിക്കുന്നില്ല. കർത്താവിനെ തള്ളി പറയുന്നതായിട്ടുള്ള ആ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. എന്നാൽ ഈ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് തൊട്ട് മുമ്പ് കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് ശിഷ്യന്മാരെ കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. എന്നിട്ട് ഒരു കൂട്ടം ശിഷ്യർ അവിടെ ഇരുന്നിട്ട് പിന്നെ ആരെയൊക്കെ കൂട്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും? പത്രോസും യോഹന്നാനും യാക്കോബും. ഇവരെ 3 പേരെയും കൂടെ കൂട്ടിയാണ് മുമ്പോട്ട് പോയിട്ട് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് വീണ്ടും നമ്മൾ പറയുന്നത് ഒരു കല്ലേറ് ദൂരം മുമ്പോട്ട് പോയി കർത്താവ് തനിയെ പ്രാർത്ഥിച്ചു. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഹി സ്വെറ്റ് ബിക്കെയിം ലൈക്ക് ബ്ലഡ്, അവൻ്റെ വിയർപ്പത്തിൽ ചോര പോലെ നിലത്ത് വീണു. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കും ആയിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പോയത്. അപ്പോൾ തിരിച്ച് കർത്താവ് വന്നപ്പോൾ ഇവരെന്ത് ചെയ്യുക? ഇവർ ഉറങ്ങുമായിരുന്നു. They were sleeping when Jesus was praying. Peter was asleep when Jesus prayed. കർത്താവ് എപ്പോഴും ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡിന് ഒരു കല്ലേറ് മുന്നേ നിൽക്കുന്നവനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് എ സ്റ്റോൺസ് ത്രോ അഹെഡ് ഓഫ് us. ലോകത്തിന് ഒരിക്കലും അവനെ കമ്പയർ ചെയ്യുവാൻ കഴിയാത്തവണ്ണം ലോകത്തിന് മുന്നിലായി എപ്പോഴും നിൽക്കുന്നവനായിട്ടുള്ള ഒരു യേശുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. ഈ പത്രോസും യാക്കോബും യോഹന്നാനും ആദ്യമായിട്ടല്ല ഈ സമയം ഇതുപോലുള്ള മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഉറങ്ങുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മറുരൂപ മലയിലേക്ക് പോകാനായിട്ട് വിളിച്ചുകൊണ്ട് പോയ ആരെയൊക്കെയാണെന്നറിയാം? ട്രാൻസ്ഫിഗറേഷൻ അല്ലേ? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവർക്കവിടെ എന്തോ അവർ ചെയ്തതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ they fell asleep on their way എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവർ മർക്കോസ്, ജെയിംസ് ആൻഡ് ജോൺ, ട്രാൻസ്ഫിഗറേഷൻ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ പീറ്റർ ആൻഡ് ഹിസ് കമ്പാനിയൻസ് വെർ വെരി സ്ലീപ്പി. അപ്പോൾ കർത്താവ് ഇവരെയും കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ചില അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെ 3 പേരെയും പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇവർ പോകുന്നിടത്തെല്ലാം എന്താണ് അറിയാം? ഉറക്കമാണ്. ഇതാണ് പ്രശ്നം. പത്രോസിന് ഉറക്കം ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിരിക്കും, പത്രോസിനെ ഓർത്ത് നമ്മൾ ചിരിക്കും. നമ്മൾ എത്ര പേര് പള്ളി വന്നിരുന്ന് ഉറങ്ങുന്നത് നമുക്കറിയാം. അനേകരുണ്ട് അല്ലേ? പള്ളിയിലിരുന്ന് ഉറങ്ങാത്തവർ കുറവാണ്, ഒരുപാട് പേര് ഉറങ്ങും. പലപ്പോഴും ഞാൻ എൻ്റെ പഴയ പള്ളിയിൽ ഒരാൾ എന്നും ഉറങ്ങാനായിട്ട് പള്ളി വരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം അങ്ങയാൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, പാസ്റ്റർ, don't feel anything bad about it. It's not your message. This is the only place that I get peace in my life. സത്യമാ പുള്ളി പറഞ്ഞു, വീട്ടിൽ സ്വസ്ഥതയില്ല. ഇല്ല, വീട്ടിലോട്ട് ചെന്ന് കയറിയാൽ അവിടെ ഇരിക്കപ്പുറത്തില്ല. അതിനെങ്ങനെയും വെളിയിൽ പോകാനാ പുള്ളി നോക്കുന്നത്. പിന്നെ നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ പള്ളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ പാട്ടും ഇവിടുത്തെ പ്രാർത്ഥനയും
പിന്നെ പാസ്റ്ററിൻ്റെ പ്രസംഗം അതിന് ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും. പക്ഷേ ഞാൻ അതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നത്, അതുകൊണ്ട് മറ്റൊന്നും തെറ്റിദ്ധരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം അതിനുള്ള സ്ഥലമാണ് ഇല്ലേ, വെൻ യു ഗെറ്റ് റിലാക്സ്ഡ്. ഒരുപക്ഷെ പീറ്ററും Peter also slept because of that. He was trusted with so many burdens. Even though he was supposed to be praying, he was asleep. Not only in this situation, ഞാൻ പറഞ്ഞ പോലെ മറുരൂപമലയിൽ പോലും പോയിരുന്ന ഉറങ്ങുന്നവനായിട്ടുള്ള പത്രോസിനെയാണ് നമ്മൾ കണ്ടത്. എന്നാലേ മറുരൂപമലയിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് ഒരു ഞെട്ടി ഉണർന്നപ്പോൾ എന്തുവാ കണ്ടതെന്നറിയാമോ? ട്രാൻസ്ഫിഗേർഡ് ക്രൈസ്റ്റ്. ശോഭയേറിയ വെള്ളം പോലെ വസ്ത്രം ധരിച്ചവനായിട്ടുള്ള ഒരു ശോഭയേറിയ കർത്താവിനെയാണ് അവർ കണ്ടത്. നമ്മുടെ മയക്കത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വായിച്ചായിട്ടുള്ള സർവീസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോണമെന്ന് അറിയത്തില്ല, പലരും ഉറക്കമായിരിക്കും ചിലപ്പം. അതിനകത്ത് പറയുന്നു, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ അവിടെ ഒന്ന് എടുത്ത് വായിച്ചേ, ഞങ്ങളുടെ മന്ദതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമെന്ന് അവിടെ പ്രാർത്ഥിച്ചേ. അത് മറന്നുപോയി. നമ്മൾ ഉറക്കത്തിൻ്റെ ലക്ഷണത്തിലാണ് പലപ്പോഴും നമ്മൾ വരുന്നത്. I am not, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. But God has given us opportunities to experience better experiences of Him. അതുകൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ച് ഈ ലോകത്ത് നിന്ന് വേർതിരിച്ച് ഇവിടുത്തെ കാര്യങ്ങളിൽ മാത്രം പെട്ടുപോകാനായിട്ടുള്ളവരായിട്ടല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾക്ക് നമ്മളെ തരുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ അവരെ വിളിച്ചുകൊണ്ട് മറുരൂപമലയിൽ പോയതെന്താണെന്നറിയാമോ? മറ്റാർക്കും ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള വലിയ അനുഭവം അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞ പത്രോസ് തൻ്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സുവിശേഷത്തിന് വേണ്ടി അവൻ്റെ ജീവനെ വെച്ചു കൊടുത്തതെന്ന് നമ്മൾ ഓർക്കണം. യേശുവിൻ്റെ ദ ട്രാൻസ്ഫോംഡ് ഫിഗർ ഓഫ് ജീസസ് that the others could not experience or could not see, that they were able to see when they woke up from their sleep. As we are sleeping, if we are sleeping in this world, in the mission that God has given you and me, please wake up, because God has a different vision that is preparing for you, that you can see the glorious Christ. Not only the glorious Christ, but also രണ്ടുപേരും അവിടെ വന്ന മോശയും ഏലിയാവും. So we see the heaven coming down to earth, and we see the Old Testament and the New Testament. ആരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്? പത്രോസും യോഹന്നാനും യാക്കോബും പുതിയ നിയമത്തിൻ്റെ വക്താക്കളാണ്. പിന്നെ പഴയ നിയമത്തിൻ്റെ വക്താക്കളായിട്ട് രണ്ടുപേരാരാണ്? മോശയും ഏലിയാവും. ഇതിൻ്റെ നടുവിലായിട്ട് ആര് നിൽക്കുന്നു? ശോഭയുള്ളവനായ നമ്മുടെ കർത്താവ്. The transformed Christ is there, showing them that he is here to reconcile the Old Testament and the New Testament. He is the mediator between man and God. He is the only mediator. മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവൻ മാത്രം. And he is the glorious Christ that they were able to see. അപ്പോൾ ഇവിടെ ഉറങ്ങിയവനായിട്ടുള്ള ഈ പത്രോസിനെയും ശിഷ്യന്മാരെയും വന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും എന്നോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഉണർന്നിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇതാരോടാ ചോദിച്ചതെന്നറിയാമോ? ഇതിൻ്റെ തൊട്ട് മുമ്പ് കർത്താവ് മരിക്കാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം പത്രോസ് ചാടി അങ്ങ് എഴുന്നേറ്റ് പറഞ്ഞ് എന്താണെന്നറിയാമോ? എന്തോ പറഞ്ഞു? ഈവൻ ഇഫ് ഓൾ ഫാൾ അവേ, എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞ പത്രോസാണ് ഇപ്പം അവിടെ വന്നിരുന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. എ സ്ലീപ്പി പീറ്റർ. കർത്താവ് നേരത്തെ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എന്തുവാ, കോഴി കൂന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു. അന്നേരമായി പത്രോസ് പറഞ്ഞു, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോകത്തില്ല. ഈവൻ ഇഫ് ഐ ഹാവ് ടു ഡൈ വിത്ത് യു ഐ വിൽ നെവർ ഡിസോൺ യു. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 25, 26, 29 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. ഈവൻ ഇഫ് ഐ ഹാവ് ടു ഡൈ വിത്ത് യു ഐ വിൽ നെവർ ഡിസോൺ യു. ആൻഡ് ഓൾ ദി അതേഴ്സ് സെഡ് ദ സെയിം. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. അപ്പോഴാണ് കർത്താവ് അവരെ വിളിച്ചുകൊണ്ട് പോയത്, സിറ്റ് ഹിയർ വൈൽ ഐ പ്രേ എന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഇത്രമാത്രം ആവേശത്തോടുകൂടി എൻ്റെ ജീവൻ വെച്ച് കളയും എന്നും പറഞ്ഞാൽ ഇവാഞ്ചലിക്കൽ സഭ ഇറങ്ങി വന്നത് എന്തിനാണെന്ന് അറിയാം? മർത്തോമാ സഭയിൽ എന്ത് നഷ്ടം സഹിച്ചാലും നമ്മൾ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമെന്നും പറഞ്ഞു. പക്ഷെ നമുക്ക് പലപ്പോഴും ഉറക്കം സംഭവിച്ചു പോയിട്ടുണ്ടല്ലേ, നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. We are all prone to sleepiness because the world tires us. നമ്മളെ ലോകം നമ്മളെ അങ്ങ് ക്ഷീണിപ്പിക്കും.
അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചത്. ഇറ്റ്സ് എ വെരി ഹാർഡ് ലൈഫ് ഇൻ ദിസ് വേൾഡ് ദാറ്റ് വി ഹാവ് ടു ഗോ ത്രൂ. But there is Christ always coming and waking you up and say, hey, I have something better for you. നമ്മളെ ഉറങ്ങുന്നവരായിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മളെ അങ്ങ് പോകുന്നവരല്ല കർത്താവ്. നമ്മളെ വന്ന് ഉണർത്തിയിട്ട് അവൻ്റെ ശോഭയേറിയ മുഖത്തെ കാണുവാൻ തക്കവണ്ണം അവൻ നമ്മളെ ഉണർത്തുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. He will never leave us abandoned even though we are sleepy. He is always awake. അതുകൊണ്ടാണ് മരണമില്ലാത്ത ഉണർവുള്ളവനായ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ മന്ദതയിൽ ഞങ്ങളെ ഉണർത്തണമേ എന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നു. He says, God, he never sleeps. അവൻ ഉറക്കുന്നില്ല, അവൻ ഉറക്കം തൂങ്ങുന്നൊന്നുമില്ല. മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായിരിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ഒരാൾ ഞാനല്ല, ഒരു പാസ്റ്റർ പ്രസവിച്ചുകൊണ്ടിരുന്ന പള്ളിയിലിരുന്ന ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ കാര്യമല്ല. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, കുറേ നേരമായിട്ട് ഇയാൾ ഉറങ്ങുന്നു, കൂർക്കം വലിയും തുടങ്ങി. അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് അയാളെ ഒന്ന് ഉണർത്താൻ പറഞ്ഞു. അയാൾ പറഞ്ഞ്, അച്ഛനല്ലയോ ഉറക്കിയത്, അച്ഛൻ തന്നെ ഉണർത്തിക്കോളാം. കർത്താവ് അങ്ങനല്ല പറഞ്ഞ്. കർത്താവ് തന്നെ വന്നവരെ ഉണർത്തി. കർത്താവ് തന്നെ വന്നവരെ ഉണർത്തും. നമ്മൾ മയങ്ങിപ്പോയാലും നമ്മൾ പിന്മാറിപ്പോയാലും നമ്മളെ കരുതുന്നവനായ ഒരു കർത്താവ്. അപ്പോൾ ഈ 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞായിട്ടുള്ള ഈ പത്രോസിനെ സാധാരണക്കാരൻ മാനുഷികമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലായാലും ലൗകികമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലായാലും സാധാരണക്കാർ അവൻ പോട്ട്, വേറെ 11 പേരുണ്ട്, അല്ലെ വേറെ 10 പേരുണ്ടല്ലോ, 12 പേര് 2 പേര് പോയാലും 10 പേരുണ്ടല്ലോ എന്ന് കർത്താവ് വിചാരിക്കും. എന്നാൽ അങ്ങനെ വിചാരിച്ചില്ല. അവനെ റിസ്റ്റോർ ചെയ്യാനായിട്ട് കർത്താവ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വന്നു. നമ്മൾ അവനോട് ചോദിക്കുന്നുണ്ട്, അവനോട് ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസിനെ കണ്ടിട്ട് എത്ര പ്രാവശ്യമാണ് ചോദിച്ചേ? 3 പ്രാവശ്യം. നീ എന്നെ സ്നേഹിക്കുന്നത്, ഡു യു ലവ് മീ, ഡു യു ലവ് മീ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് അവനെ ഉറപ്പിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഹി ഈസ് എ ഗാഡ് ഹു ഡസ് നോട്ട് അബാൻഡൻ us ഈവൻ വെൻ വി ആർ സ്ലീപ്പി or when we are away or we are astray from him. He is going to be coming back to restore us. പിന്നെ നമ്മളൊന്ന് കാണുന്ന ഈ പത്രോസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ആര് വരുന്നത്? യൂദായും കുറേ പടയാളികളുമായിട്ട് കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് വരുന്ന സമയത്ത് പത്രോസിന് പെട്ടെന്ന് ഒരു ആവേശം ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം, കർത്താവ് വിരിഞ്ഞോട്ട് വരുന്ന കണ്ടുടനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെ തിരഞ്ഞാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അവർ പറഞ്ഞ്, ഞങ്ങളുടെ നസ്രായനായ യേശുവിനെ തിരഞ്ഞാണ്. വി ആർ ലുക്കിംഗ് ഫോർ ജീസസ് ഓഫ് നാസറത്ത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ജീസസ് ഓഫ് നാസറത്ത്, ഐ ആം ഹി, ഞാനാകുന്നു അവൻ. അതുകൊണ്ട് ഇവരെ പോകട്ടെ എന്ന് നമ്മൾ വായിക്കുന്നില്ല അവിടെ. ഇഫ് യു ഗോ and read about that, കർത്താവ് പറയുന്നുണ്ട്, ഞാനാകുന്നു ആ ഭാഗം ഒന്ന് വായിച്ചേ. ഉടനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിവഴി ഒരുത്തനായ യൂദയെ അവനോട് മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മുപ്പന്മാരെന്നവർ ചെറു പുരുഷാരം വാടും പടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ എവനെ ചുംബിക്കുന്നു അവൻ തന്നെയാകുന്നു. അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോയി നിന്ന് അവർക്ക് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ വന്ന ഉടനെ അടുത്ത് എന്ന് റബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. അവർ അവൻ്റെ മേൽ കൈവച്ച് പിടിച്ചു. അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാളൂരി മഹാപുരോഹിതൻ നാസരെ വെട്ടി കാതർത്തു. അത് പത്രോസാണെന്ന് നമ്മൾ മറ്റ് ഈ എല്ലാ സുവിശേഷങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് എന്ത് ചെയ്യുന്നറിയാം, ഈ യോഹന്നാൻ്റെ സുവിശേഷം ഇതിപ്പോൾ ഏതാ വായിച്ചേ? മർക്കോസിൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, ഈ ഭാഗം തന്നെ വായിക്കുമ്പോൾ, അവിടെ വരുന്ന സമയത്ത് എന്നെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്നറിയാമോ? ഈ വന്ന പടയാളികളൊക്കെയും ദേ ആക്ച്വലി ഫെൽ ഡൗൺ, ദേ ബാക്ക്ഡ് ഓഫ് ആൻഡ് ഫെൽ ഡൗൺ. അവരെല്ലാവരും താഴെ വീണതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോഴാണ് പത്രോസിന് ഭയങ്കര ഒരു ധൈര്യം അങ്ങ് വന്നു. കാര്യം എന്താണെന്നറിയാം, കർത്താവ് ഇപ്പോൾ ഏതാണ്ട് അത്ഭുതം ചെയ്യാൻ പോവുക, ഇവന്മാരെ ഇപ്പം നശിപ്പിക്കുക. പത്രോസ് എന്ത് ചെയ്യുന്നറിയാം, ഈ വാള് ഞാൻ ചോദിച്ചു, പത്രോസിന് ഈ വാള എവിടെ നിന്ന് കിട്ടിയത്? പത്രോസിന് വാളെടുത്തുകൊണ്ട് നടക്കാൻ വല്ലതും അറിയാം. പക്ഷെ ഈ വീണ് കിടന്നവന്മാരുടെ ഒരു വാളായിരിക്കും ചിലപ്പോൾ പത്രോസ് എടുത്തതെന്ന് തനിക്കുള്ള വാൾ ഊരി എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ മറ്റ് ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വാളെന്നേ പറയുന്നുള്ളൂ. ഹീ പുൾഡ് എ സ്വോർഡ് എന്നാണ് പറയുന്നത്. പക്ഷെ പത്രോസ് വാൾ കൊണ്ട് നടക്കാൻ സാധ്യത കുറവാണ്. ഒരുപക്ഷെ തനിക്കുള്ള വാളെന്ന് പറഞ്ഞാൽ ഒരാളുടെ വാൾ അയാളുടെ എടുത്ത് കയ്യിൽ വെച്ചിരുന്നുണ്ടായിരിക്കണം. എന്തായാലും സംഭവിച്ചത് ഹീ ടുക്ക് എ സ്വോർഡ്. എന്നിട്ട് ഈ മഹാപുരോഹിതൻ്റെ
ദാസനായിട്ടുള്ള, അവൻ്റെ പേരും അവിടെ പറയുന്നു, മൽക്കോസ്. മൽക്കോസ് എന്ന് പറയുന്നുള്ള ഒരു ദാസനെ വെട്ടിയപ്പോൾ എന്തുവാ കിട്ടിയത്? ഒരു ചെവിയാണ് കിട്ടിയത്. അതാണ് വെട്ടിൻ്റെ കുഴപ്പം. ഈ പത്രോസ് മീൻപിടുത്തക്കാരനാണ് ഇല്ലേ, അവനും എന്തോ അറിയാം, മീൻ പിടിക്കാനറിയാം. പിന്നെ കർത്താവിൻ്റെ കൂടെ നടന്ന് കുറേ സ്നേഹവും സന്തോഷവും സമാധാനവും പ്രസംഗിച്ചിട്ടുമുണ്ട്. ഇവൻ വാളെടുത്താൽ എന്തോ ചെയ്യണമെന്ന് ഇവന് അറിയത്തില്ല. പക്ഷേ ഈ കർത്താവിനെ കണ്ട് ഇവരെല്ലാം മയങ്ങി താഴെ വീണ് കഴിഞ്ഞപ്പം പത്രോസിനൊരു ഭയങ്കര ധൈര്യവും ആവേശവും എല്ലാം കൂടെ വന്ന് ഇപ്പം തകർത്ത് കളയാൻ, ലോകം മുഴുവൻ നേടിക്കളയാമെന്ന് വിചാരിച്ചാണ് ഒരു കിട്ടിയ വാളെടുത്ത് വെട്ടിയത് കഴുത്തിനാണ്, പക്ഷേ കിട്ടിയത് ചെവി മാത്രമാണ്. അതാണ് മുക്കുവൻ വെട്ടാൻ പോയാലുള്ള കുഴപ്പം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതായിട്ടുള്ളൊരു സമയം ഈ പത്രോസിൻ്റെ കൂടെ നമ്മൾക്ക് ചിരിക്കാം പത്രോസിനെ ഓർത്ത്, പക്ഷെ നമ്മളെല്ലാം ചെയ്യും. എന്താണെന്നറിയാമോ? കർത്താവിനേക്കാളും മിടുക്കരാണ് നമ്മളൊന്ന് കാണിക്കാനായിട്ട്. ജീസസ് ഉടനെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഉടൻ തന്നെ കർത്താവ് പറഞ്ഞു, വാള് ഉറയിലിടുന്നു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ മൽക്കോസ് എന്ന് പറയുന്നതായിട്ടുള്ള ആ മഹാപുരുവൻ്റെ ദാസനെ അവൻ കൈ തൊട്ട് സൗഖ്യമാക്കി അവൻ്റെ ചെവി റിസ്റ്റോർ ചെയ്തതായിട്ട് നമ്മൾ കാണും. അവിടെ ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് വാസ് ഈസ് ജീസസ് വാസ് ആക്ച്വലി സേവിങ് പീറ്റർ ഫ്രം ഡെത്ത്. ഈ മൽക്കോസ് എന്ന് പറയുന്ന ആള് മഹാപുരോഹിതൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ മഹാപുരോഹിതൻ്റെ ദാസൻ എന്ന് പറയുന്ന ആൾ, ഹി വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഇൻ ദ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അറ്റ് ദ ടൈം. സോ വാട്ട് ഹാപ്പൻസ് ഈസ് വെൻ സംബഡി അറ്റാക്സ് ഹിം, അങ്ങനെ ഒരാളെ വെട്ടുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതിന് മരണശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരും. ബട്ട് ജീസസ് ഡിഡ് നോട്ട് വാണ്ട് പീറ്റർ ടു ഗോ ടു ജയിൽ ആൻഡ് ഡൈ ഇൻ പ്രിസൺ. Jesus was actually saving Peter for a better mission that he has for him. അവിടെ നമ്മൾ കാണുന്നത് വേറെ ഒരു വലിയ ശ്രേഷ്ഠതായിട്ടുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പത്രോസിനെ യേശു ഒരുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പത്രോസ് സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള പാറയായിട്ട് തീർന്നത്. ദൈവം അവന് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ മിഷൻ, ആ ഒരു വലിയ ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല എന്ന് കർത്താവിന് മനസ്സിലായി. അല്ലെങ്കിൽ അവന് എന്നേക്കുമായി മരണത്തിന് വിധിക്കപ്പെട്ടവനായി യഹൂദന്മാരുടെ കൈയാൽ മരണപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കർത്താവിനെ രക്ഷിക്കുവാനായിട്ടാണ് മൽക്കോസിനെ ചെവിയെ സൗഖ്യമാക്കി അവിടുന്ന് അയച്ചത്. മൽക്കോസിന് ഒരുപക്ഷെ മാനസാന്തരം ഉണ്ടായി കാണുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇതിൻ്റെ മധ്യത്തിൽ. പക്ഷേ വാട്ട് എവർ ഇറ്റ് വാസ്, വി ഡോണ്ട് ഹാവ് ടു ടേക്ക് കൺട്രോൾ അവർ സെൽവ്സ് വെൻ ഗാഡ് ഈസ് ദെയർ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ടാക്കും. ദൈവം ഒരു പ്ലാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ നമ്മൾ കയറി ചാടി ചില പ്ലാൻ ഉണ്ടാക്കി ചില ഷോർട്ട് കട്ട്സ് ഉണ്ടാക്കും. ബട്ട് ലെറ്റ് us be very careful. Let us be very careful when God has a plan for us. Even when we mess up, God is going to come and clean it up and restore us. അപ്പം ഉറങ്ങിയവനായ പത്രോസ് വാളെടുത്ത് സ്വയം നശിക്കുവാനായി പോയ പത്രോസ്, ആൻഡ് പീറ്റർ ഹു ഡിനൈഡ് ഓൾസോ ഇൻ ഫ്രണ്ട് ഓഫ് ഫാദേഴ്സ്, യേശുവിനെ തള്ളിപ്പറഞ്ഞവനായ പത്രോസ്. ആ പത്രോസാണ് സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള പാറയായിട്ട് ദൈവം ഉപയോഗിച്ചത്. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരുന്നതാണെന്നുള്ളതിന് വലിയ തെളിവാണ്. നോട്ട് ഓൺലി ദാറ്റ് ഹി ഈസ് എ ഗാഡ് ഹു ഡസ് നോട്ട് അബാൻഡൻ us, but also he is a God who will give us better experiences and better mission that he is going to accomplish us through in our lives എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ പീലാത്തോസിൻ്റെ കാര്യം നമ്മൾ വായിച്ചപ്പോൾ താഴോട്ട് വരുമ്പോൾ, പൈലറ്റ് ഹാഡ് an opportunity to save Jesus. യേശുവിൻ്റെ കാര്യത്തിൽ ഈ റോമൻ ഗവർണറായിട്ടുള്ള പീലാത്തോസിന് he didn't have any interest in Jesus Christ because he was there to rule the Jewish country there from the റോമക്കാരുടെ ഗവർണറായിട്ട് റോമക്കാരെ അയച്ചിരിക്കുന്നതായിട്ടുള്ള ഒരാളാണ്. So he didn't want to get involved in it. But since they were ruling that particular place, he had a responsibility for law and order. നിയമ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഗവർണർക്കുണ്ട്. Not only that, the Jewish people were taking Jesus to Pilate, that Jesus was making rebellion in that area എന്ന് പറഞ്ഞാണ് അവനെ വിളിച്ചുകൊണ്ടുപോയത്. അപ്പോൾ പീലാത്തോസ് അവിടെ വന്ന് ഇതെല്ലാം നോക്കിയിട്ട് പീലാത്തോസ് യാതൊരു കുറ്റവും അവൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഒരു വലിയ ഡാർക്കസ്റ്റ് ഡേ എന്ന് പറയുന്നതായിട്ടുള്ള നമ്മൾ
ഓർക്കുന്നതായിട്ടുള്ളൊരു കാരണം യാതൊരു കുറ്റവും ചെയ്യാത്തവനെ ശിക്ഷ വിധിക്കുന്നതായിട്ടുള്ളൊരു ലോക അധിപതിയാണ് നമ്മളിവിടെ കാണുന്നത് പീലാത്തോസ്. വൈ ഡിഡ് ഹി ഡു ദാറ്റ്? നമുക്കറിയാം, അവൻ്റെ ഭാര്യ ഒരു സ്വപ്നത്തിൽ ഒരു കാര്യം കണ്ടു. ഇവൻ നീതിമാനാണ്, ഇവൻ്റെ രക്തത്തിൽ നീ പങ്കില്ലാത്തവനായിരിക്കണം, നീനകത്ത് ഇടപെടരുതെന്ന് പറഞ്ഞ് അവൻ്റെ ഭാര്യ ആളിനെ അയച്ച് പീലാത്തോസിനോട് പറയിച്ചു. പക്ഷെ പീലാത്തോസ് വീണ്ടും അവിടെ വന്നിട്ട് ഈ ആൾക്കൂട്ടത്തെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയും ആൾക്കൂട്ടത്തിന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതിനും വേണ്ടി ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, എന്നാലൊരു കാര്യം ചെയ്യാം, ഇവന് പകരം ഞാൻ വേറൊരാളെ നിങ്ങൾക്ക് തരാം. വായിച്ചപ്പോൾ നിങ്ങൾ ആരാണ്ടോ ബർണബാസ് എന്നാണ് വായിച്ചത്. ബർണബാസ് അല്ല, ബറബാസാണ് കൊലപാതകിയായിട്ടുള്ള കുറ്റക്കാരുടെ കൂടെ ജയിലിൽ കിടന്നതായിട്ടുള്ള ഒരാളെ വിട്ടുതരാം. അവർക്ക് അങ്ങനെ ഒരു പതിവുണ്ട്. they can substitute one for the other. അപ്പം ജനം മുഴുവനും എന്ത് പറഞ്ഞു? ബറബാസിനെ മതി, യേശുവിനെ ക്രൂശിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. പീലാത്തോസ് കുറച്ച് വെള്ളമെടുത്ത് കൈ കഴുകിയതോടെ അവൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നാണ് പീലാത്തോസ് വിചാരിച്ചത്. അതങ്ങനെ തീരുന്നതായിട്ടുള്ള ഒന്നല്ല. എത്ര കഴുകിയാലും തീരാത്തതായിട്ടുള്ള ഒരു വലിയ സ്റ്റെയിൻ ഓഫ് ബ്ലഡ് ഇൻ ഹിസ് ഹാൻഡ് പീലാത്തോസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോൾ ഈ പീലാത്തോസിൻ്റെ കാര്യം അവിടെ പറയുന്നത്. ഇത് ഹി വാസ് സഫേർഡ് അണ്ടർ പോൺഷ്യസ് പൈലറ്റ്. നമ്മൾ പറയും പീലാത്തോസിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പീലാത്തോസ് ആണ് ഈ മരണകാരണമായിട്ട് ലോക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നീതിയും ന്യായവും നടത്തുവാൻ ആക്കപ്പെട്ടിരുന്നതായിട്ടുള്ള പീലാത്തോസ് ചെയ്തത് ന്യായവ്യവസ്ഥയെ തകിടം മറിച്ചിട്ട് നിരപരാധിയായവനെ ക്രൂശിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ടു പ്ലീസ് ദ ക്രൗഡ്. പലപ്പോഴും ലോകത്തിൻ്റെ വ്യവസ്ഥിതി അതാണ്. ഡെമോക്രസി ഇല്ലേ? ഡെമോക്രസി നമ്മളെല്ലാം നല്ലതാണെന്ന് പറയും. പക്ഷേ 100 പേരെ ഒരുത്തനെ കൊല്ലുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ശരിയാകത്തില്ല. ഡെമോക്രസി ഈസ് നോട്ട് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗാഡ്. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ ക്രൗഡ്. കൂടുതൽ ആളുകൾ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും അല്ലേ? പക്ഷേ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഒരു വ്യവസ്ഥിതി ഉണ്ടാകാനായിട്ട് ഒരുമാതിരി നല്ലൊരു സിസ്റ്റം ഡെമോക്രസി മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ ജനാധിപത്യത്തിന് യാതൊരു വിലയുമില്ല. ഇറ്റ് ഈസ് അബൌട്ട് ദ പെർഫെക്റ്റ് ട്രൂത്ത് ഓഫ് ഗാഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് സെഡ്, ഐ ആം ദ ട്രൂത്ത്. ഞാനാകുന്നു സത്യം. എന്നിൽ വിശ്വസിക്കുന്നവനാണ് സത്യത്തിന് സാക്ഷിയായി നിൽക്കുന്നത്. ദ വിറ്റ്നസ് ഓഫ് ട്രൂത്ത് ഈസ് ബിക്കോസ് യു ബിലീവ് ഇൻ മീ. ദൈവം തൻ്റെ സാക്ഷിയായിട്ട്, സത്യത്തിൻ്റെ സാക്ഷിയായി ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ വെച്ച് ക്രൂശിക്കപ്പെടുമ്പോൾ ലോകത്തിൻ്റെ ന്യായ വ്യവസ്ഥയുടെ പരാജയത്തെയാണ് കാണിക്കുന്നത്. ദ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് സിസ്റ്റം ഇൻ ദിസ് വേൾഡ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ് until God's justice system is established in us, and it is through you and me. നമ്മളിലൂടെയാണ് ദൈവത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഈ ലോകത്തിൽ സ്ഥാപിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. പ്രൊവൈഡഡ് യു ഹാവ് ടു ബി brave enough to stand in front of the crowd and say, this is not right. We have a place to stand up for justice. So ഇവിടെ നമ്മൾ പത്രോസിനെയും പീലാത്തോസിനെയും കമ്പയർ ചെയ്യുകയല്ല. We were studying the two lives. Both of them were controlled by fear. അതായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രശ്നം. And also to please the world. ലോകത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഭയപ്പെട്ടു പോയിട്ടുള്ള പത്രോസും പീലാത്തോസും ലോകത്തെ പ്ലീസ് ചെയ്യുവാനായിട്ട് അവർ ചെയ്തതായിട്ടുള്ള മാർഗങ്ങൾ ദൈവത്തിന് അഗൻസ്റ്റായിട്ടും കർത്താവിന് അഗൻസ്റ്റായിട്ടും തീർന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ഗിൽറ്റും നമ്മുടെ പ്രോബ്ലംസും ഒക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കാനായിട്ടും മറ്റുള്ളവരുടെ പേരിൽ ആക്കുവാനായിട്ടും കഴിയും. അങ്ങനെ ഹാൻഡ് വാഷിങ്, സംടൈംസ് വി ഡു ദാറ്റ് to wash our hands off so that we can blame others about the problems. But whenever we have an opportunity to stand for others, to stand for justice and truth, God has given up. ഈ sins of omissions and sins of commission രണ്ടും പാപമാണ്. നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല പാപം, ചെയ്യാതിരിക്കുന്നതും പാപമാണ്. That's it says in James. യാക്കോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരുവൻ സത്യം അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നാൽ അത് അവന് പാപം തന്നെ എന്ന് പറയുന്നത്. So whatever we are omitting to do, that God has given us to the opportunity to do and you ignore it, it's also a sin. It's commission. It's an omission sin. So ഈ
കാര്യങ്ങൾ ഈ രാത്രി നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ദാനമാണ്. God has given us this life as a gift. Nobody in this world asked for this life. But God has given us an opportunity to stand for what He has given us to do. Not to be sleepy, not to be afraid, but to be always awakened. അതുകൊണ്ടാണ് ഈ പത്രോസിൻ്റെ ലേഖനം പത്രോസ് എഴുതിയപ്പോൾ ഇത് ഓർത്തുകയാണ്. പത്രോസ് പറയുന്നത്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, കാരണം പിശാച് അലറുന്ന സിംഹത്തെ പോലെ വരുന്നു. പത്രോസിന് പേഴ്സണലായിട്ട് ജീവിതത്തിൽ മനസ്സിലായി, ഉറങ്ങിയപ്പോഴെല്ലാം അവൻ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് അവൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഓൾവേസ് ബി അലേർട്ട് ആൻഡ് ബി അവേക്ക് ആൻഡ് ബി കെയർഫുൾ അബൌട്ട് വാട്ട് വി ഡു, because God's opportunities are always there, and He will, even if we falter, don't be afraid. Jesus is going to come and restore us. So as we go from this place, let us ask God so that we can be faithful in our situations and opportunities that God has given us. May the good Lord bless us with these words as we go from this place. ദൈവം നമ്മളെ എല്ലാവരെയും ദിവസങ്ങൾ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈസ്റ്റർ എല്ലാവർക്കും ആശംസിക്കുന്നു. അതിന് നിങ്ങളുടെ ശുശ്രൂഷയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അവിടെ കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ.